പോയാൽ ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസ് 2009 കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസായിരുന്നു. ഒന്നാം പ്രതി ഷെറിനെയൊക്കെ അന്ന് മാധ്യമങ്ങളൊക്കെ ഒരുപാട് കൊണ്ടാടിയതാണ്, ആഘോഷിച്ചതാണ്. കാരണം ഷെറിൻ എന്ന അതീവ സുന്ദരിയായ മരുമകൾ തന്റെ അമ്മായിയപ്പനെ കൊലപ്പെടുത്തുക, അത് കാമുകനൊപ്പം ചേർന്ന് സ്വത്തിനായി എന്നുള്ള ഒരുപാട് വാർത്തകൾ അന്ന് കേരളീയ മനസാക്ഷിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ ഷെറിന്റെ മോചനത്തിന് വഴി തുറക്കുന്നു. 14 വർഷമായി ഷെറിൻ ജയിലിലാണ്. മോചനത്തിന് വഴി തുറക്കുന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശിക്ഷ 14 വർഷം പൂർത്തിയായാലാണ് ഇളവ് നൽകുന്നത്. ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായ ഷെറിൻ 2009 നേരത്തെ പറഞ്ഞ പോലെ കൊലപ്പെടുത്തിയത്. അത് അമേരിക്കൻ മലയാളി കൂടിയാണ് ഭാസ്കര കാർണവർ എന്ന് നമുക്കറിയാം. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരും. അരുണ്, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വലിയ തോതിൽ നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമാണ്. കൃത്യമായ ആസൂത്രണത്തോടെ കാമുകന്മാരുമായി ചേർന്ന്, അവർക്ക് നിരവധി കാമുകന്മാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് അന്ന് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. അതിലൊരാൾ ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിക്കപ്പെട്ടിപ്പോൾ ജയിലിൽ കഴിയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ കേസിന്റെ നാൾവഴികളിലേക്കൊന്ന് പോകണം. അതിനു മുൻപ് ഈ മന്ത്രിസഭാ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ. ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് മന്ത്രിസഭ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ജയിൽ ഉപദേശക സമിതി റിപ്പോർട്ടിന് പുറമെ നിയമവകുപ്പിന്റെ ഉപദേശവും സർക്കാർ തേടിയിരുന്നു. ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ടാണ് ഷെറിൻ കാർണവർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിൽ മോചിതയാക്കാൻ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്യുന്നത്. ഗവർണറാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ വിവാദമായ തടവുകാരെ വിട്ടേക്കാനുള്ള പട്ടിക, അതിലും ഷെറിൻ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് മറ്റു ചില പേരുകൾ, രാഷ്ട്രീയ തടവുകാരുടെ പേര് കൂടി വന്നതോടുകൂടി ആ പട്ടിക അന്ന് സർക്കാർ റദ്ദ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഷെറിൻ കാർണവരെ വിട്ടയക്കാൻ ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നു. ഭരണഘടന പ്രകാരം അതിനുള്ള അവകാശം സർക്കാരുണ്ട്, ശുപാർശ നൽകാനുള്ള അവകാശമുണ്ട്. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ട് ഷെറിൻ കാർണവർ. അത് സാങ്കേതികമായി അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ശിക്ഷാ ഇളവ്, പരോൾ ഉൾപ്പെടെ ലഭിച്ച് കണക്കാക്കുമ്പോൾ അത്രയും കാലയളവില്ല. എങ്കിൽ പോലും നല്ല നടപ്പ്, സ്ത്രീ എന്ന പരിഗണന തുടങ്ങിയവ കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഷെറിൻ കാർണവരെ ജയിൽ മോചിതയാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഗവർണർ അന്തിമ അംഗീകാരം നൽകേണ്ടതുണ്ട്. ഷെറിൻ കാർണവർക്കെതിരെ നിരവധി പരാതികൾ ജയിലിൽ കഴിയുമ്പോഴും ഉണ്ടായിരുന്നു. ഈ കേസിൻ്റെ നാൾവഴികളൊക്കെ വളരെ വ്യക്തമായി രഞ്ജിത്തിന് കൂടി അറിയാവുന്ന കാര്യമാണ്. 2009 ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അമേരിക്കൻ മലയാളിയായിരുന്നു ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവർ. അദ്ദേഹത്തിൻ്റെ മകൻ ബിനു പീറ്ററിൻ്റെ ഭാര്യയായിരുന്നു ഷെറിൻ കാർണവർ. ഒരു ദിവസം കിടപ്പുമുറിയിൽ മരിച്ച നിലയിലാണ് ഭാസ്കര കാർണവരെ കണ്ടെത്തിയത്. പോലീസ് ആദ്യഘട്ട അന്വേഷണം നടത്തുമ്പോൾ തന്നെ വീട്ടിലുള്ള ആരുടെയും സഹായം ഇല്ലാതെ ഈ കൊലപാതകം നടക്കില്ല എന്ന് വ്യക്തമായിരുന്നു. കാരണം പോലീസ് ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയത് അവിടെ വലിയ വളർത്തു നായ്ക്കൾ ഉണ്ടായിരുന്നു. അതിനെപ്പോഴും രാത്രി പുറത്തുവിടും. ആ വീട്ടിലേക്ക് പുറത്തുള്ള ആളുകൾക്ക് കടന്നു വരിക അത്ര എളുപ്പമല്ല. പക്ഷേ ഈ കൊലപാതകം നടന്ന ദിവസം അവിടെ പട്ടിയുടെ കുര കേട്ടിട്ടില്ല എന്ന നാട്ടുകാരുടെ മൊഴി ആദ്യം തന്നെ പോലീസ് ലഭിച്ചു. അപ്പോൾ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ മുകൾ നിലയിലെ സ്ലൈഡിംഗ് ഡോറ് തുറന്നാണ് അകത്തേക്ക് ഈ കൊലപാതകികൾക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അകത്തു നിന്നൊരു സഹായം വേണം. അതും പോലീസിന് ഈ ഷെറിൻ കാർണവറിലേക്കുള്ള സംശയ മുന നീളാൻ കാരണമായി. ഷെറിനെ 2ാം ദിവസം തന്നെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നത്. ഷെറിൻ കാർണവരെ ബിനു പീറ്റർ, അദ്ദേഹം ശാരീരികവും മാനസികവും വെല്ലുവിളി നേരിടുന്നൊരു ആളായിരുന്നു. അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഷെറിൻ വളരെ സാമ്പത്തികമായി പിന്നാക്ക കുടുംബത്തിലെ ഒരു സ്ത്രീയായിരുന്നു. അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം, കാർണവർ കുടുംബം കൂടുതൽ അമേരിക്കയിലാണ് അവർ ജീവിക്കുന്നത്, അവിടെ കൊണ്ടുപോകാമെന്നൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ അനുസരിച്ച് ഷെറിനെയും ബിനുവിനെയും അമേരിക്കയിലേക്ക് കൊണ്ടു. പക്ഷേ അവിടെ മറ്റു ചില പ്രശ്നങ്ങൾ, ഒരു മോഷ്ട കേസുമൊക്കെ ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടു. അവിടെ നിന്ന് തിരികെ കുഞ്ഞിനെ കൂട്ടി ബിനുവിനെയും ഷെറിനെയും നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ വന്ന ശേഷവും അവർക്ക് ചില ചങ്ങാത്തങ്ങൾ, അത് പരിധി വിട്ട് മുന്നോട്ട് പോയി. ആദ്യമൊക്കെ വീട്ടുകാർ അത് കണ്ടില്ലെന്ന് നടിച്ചു. പിന്നീട് വീട്ടിലേക്ക് സ്ഥിരമായ ആളുകൾ എത്താൻ തുടങ്ങി. ഈ ഭാസ്കര കാർണവരോടുള്ള ഷെറിൻ്റെ പെരുമാറ്റത്തിൽ വളരെ മോശം പെരുമാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഷെറിന് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്വത്ത്, ഷെറിൻ്റെ കൂടി പേരിൽ എഴുതി വച്ചിരുന്ന സ്വത്തിൻ്റെ ധനനിശ്ചയ ആധാരം
ഈ കാരണവർ പുതുക്കി എഴുതി അതിൽ ഷെറിൻ്റെ പേര് ഒഴിവാക്കി. അതാണ് പെട്ടെന്നുള്ള ഈ കൊലപാതകത്തിന് പകയ്ക്ക് കാരണമായി പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അവരുടെ സുഹൃത്തായ ഓർക്കുട്ട് വഴി, അന്ന് ഓർക്കുട്ടിൻ്റെ കാലമാണ്, ഓർക്കുട്ട് വഴി പരിചയപ്പെട്ട ബാസിത്ത് അലി എന്ന യുവാവുമായി ചേർന്നാണ് ഷെറിൻ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. അവിടെ രണ്ടുപേർ കൂടി, ഈ ബാസിത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഈ കൃത്യത്തിൽ പങ്കാളികളാകുന്നു. അവർ കാരണവരെ കൊലപ്പെടുത്തുന്നു. വളരെ വേഗം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 89 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു. 2010 ആദ്യം തന്നെ മാസങ്ങൾക്കുള്ളിൽ, ഏതാണ്ട് 2-3 മാസങ്ങൾക്കുള്ളിൽ ഈ വിചാരണ പൂർത്തിയാക്കിയാണ് ഷെറിനെയും കൂട്ടാളികളെയും ജീവപര്യന്തം കഠിന തടവിന് കോടതി ശിക്ഷിച്ചത്. പിന്നീട് ഈ ഷെറിൻ്റെ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ തുടർന്നു. സുപ്രീം കോടതിയും ഈ മാവേലിക്കര സെഷൻസ് കോടതിയുടെ വിധി ശരിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് 14 വർഷം ജയിലിൽ കഴിയേണ്ടി വന്നത്. അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയിൽ കഴിയുമ്പോൾ ഏതാണ്ട് 1.5 വർഷത്തിലേറെ പരോൾ ഷെറിൻ ലഭിച്ചിരുന്നു. ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു താമസം. അതുതന്നെ അവരുടെ സ്വാധീനത്തിൽ വലിയ തെളിവായി ആ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചു. പ്രധാനപ്പെട്ട കാര്യം, അതായത് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതാണ്ട് 450ഓളം ദിവസങ്ങൾ, ഈ കാലയളവിനുള്ളിൽ 450ഓളം ദിവസങ്ങൾ അവർക്ക് വിവിധ പരോളുകൾ ലഭിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പല സമയത്തും ഇവർ പുറത്തായിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. സുഖലോലുവുമായ ജീവിതമായിരുന്നു ജയിലിനുള്ളിൽ, VIP പരിഗണനയായിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഷെറിന്റെ ജയിൽ കാലയളവും കുപ്രസിദ്ധമായിരുന്നു. അരുൺ, തീർച്ചയായിട്ടും ജയിലിൽ മറ്റു തടവുള്ളികൾക്കൊന്നും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക പരിഗണന ഷെറിൻ കാരണവർക്ക് ലഭിച്ചിരുന്നു. അവർക്ക് വസ്ത്രങ്ങൾ, പുറത്തുനിന്നുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ അവസരം ജയിൽ ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് വനിതാ ജയിലിൽ കഴിയുമ്പോൾ, പൂജപ്പുര വനിതാ ജയിലിൽ കഴിയുമ്പോഴാണ് അവർക്ക് അത്തരം സൗകര്യങ്ങൾ ലഭിച്ചത്. ഡോവ് സോപ്പ് മാത്രമേ ഷെറിൻ ഉപയോഗിക്കുക എന്നുള്ള കഥകൾ അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ഓർമ്മയിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഡോവ് സോപ്പ് മാത്രം ഉപയോഗിച്ചിരുന്നു. പുറത്തുനിന്നുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവസരം നൽകിയിരുന്നു. അവർക്ക് യഥേഷ്ടം ജയിലിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. മറ്റു തടവുകാർക്കില്ലാത്ത തരത്തിലുള്ള പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഷെറിൻ ഉപയോഗിച്ചിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ചവർ സ്വന്തം ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ ചാർജ് ചെയ്ത് ഉപയോഗിച്ചത് പിന്നീട് ഒരു പരിശോധന കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഷെറിനെ അവിടെ നിന്ന് മാറ്റാൻ ശുപാർശ നൽകിയിരുന്നു. ചില ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുമായി വഴിവിട്ട ബന്ധം, അടുപ്പം ഷെറിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി പലപ്പോഴും അവർ ജയിലിന് പുറത്തെ ഉദ്യോഗസ്ഥ ക്വാർട്ടേഴ്സിലൊക്കെ ആയിരുന്നു തരത്തിലുള്ള വിവരങ്ങൾ, വാർത്തകൾ പുറത്തു വന്ന ഉദ്യോഗസ്ഥരെ പിന്നീട് അന്വേഷണം നടത്തിയത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് അട്ടക്കുളം ജയിലിലേക്കും പിന്നീട് വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. വിയ്യൂർ ജയിലിൽ പോയ ശേഷവും ഷെറിനെ ഈ വലിയ പരിഗണന, മറ്റ് തടവുകാർക്കൊന്നുമില്ലാത്ത പരിഗണന ലഭിച്ചിരുന്നു. ജയിലിൽ തന്നെ ഉള്ളിൽ അവർക്ക് കുറച്ച് ദൂരം നടക്കേണ്ടി വന്നപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ കുട നൽകി എന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. അത്തരം ആരോപണങ്ങൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സുഖലോലുപത അനുഭവിച്ചുകൊണ്ട് ജീവിതം തന്നെയായിരുന്നു ജയിലിനുള്ളിലും ഷെറിൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല നടപ്പെന്നൊക്കെ പറയുമ്പോൾ ഈ കീഴുദ്യോഗസ്ഥരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധത്തിൻ്റെ പേരിൽ കീഴുദ്യോഗസ്ഥരെ ഷെറിൻ ഭീഷണിപ്പെടുത്തുന്നത് പതിവായിരുന്നു. അത്തരം പരാതികൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വല്ലാത്ത പരിഗണന ലഭിച്ച ഒരു തടവ് പുള്ളിയാണ് ഇപ്പോൾ ഈ നല്ല നടപ്പിൻ്റെ കൂടി പേര് പറഞ്ഞുകൊണ്ട് സർക്കാർ ജയിൽ മോചിതയാക്കാൻ ശ്രമം നടത്തുന്നത്. നേരത്തെ അവർ അത്തരം ഒരു പട്ടികയിൽ പെട്ടതാണ്. പക്ഷേ അന്ന് പല കാരണങ്ങൾ കൊണ്ട് ആ പട്ടിക സർക്കാർ അവസാന നിമിഷം പിൻവലിക്കുകയായിരുന്നു, റദ്ദാക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഷെറിൻ കാരണവരുടെ ജയിൽ മോചനത്തിൽ തന്നെയാണ് വഴിയൊരുങ്ങുന്നത് വേണം കരുതാൻ. ഗവർണർ ഈ സർക്കാർ തീരുമാനം തടഞ്ഞു വച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികൾ അതിനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഷെറിൻ കാരണവർ വൈകാതെ ജയിൽ മോചിതയാകും. ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര ജയിലും അട്ടക്കുളങ്ങരയും വിയ്യൂരുമൊക്കെ കടന്ന് ഇപ്പോൾ കണ്ണൂർ ജയിലിലാണ്, വനിതാ ജയിലിലാണ് ഷെറിൻ കാരണവർ ഉള്ളത്. ശരി.